മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ? പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. അഞ്ജു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞേ? കുഴപ്പമില്ലെന്നാ പറഞ്ഞ, കുറച്ച് റെസ്റ്റ് എടുക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. എക്സ്റേ എടുത്തിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല? കുഴപ്പമൊന്നുമില്ല, കാണിച്ചിട്ട് കുഴപ്പമൊന്നും. നിങ്ങൾ ഇരുന്ന് മടുത്തോ? ചേച്ചി ഞാനേ ഒന്ന് കുളിക്കാൻ കയറിയതായിരുന്നു, അതാ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞേ. എന്നാണ്ട് വിശേഷമൊക്കെ? ഞാണ്ടാണ് ചേച്ചി, കൈക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോയപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു, കുഴപ്പമില്ല, കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തോ? എക്സ്റേ എടുത്ത് കാണിക്കാം. കിട്ടിയോ? കിട്ടി. എൻ്റെ അഞ്ചേച്ചിയുടെ അടുത്ത് വന്ന് അഞ്ചേച്ചിനെ കൊണ്ട് ഇച്ചിരി പ്രാർത്ഥിച്ചൊക്കെ പോകാം. എക്സ്റേ കയ്യിലെ. ഓ, ഇത് കൈ ശരിക്കും കാണാമല്ലോ. എക്സ്റേ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞോ? ആ, ഒരാഴ്ചയായി, കുഴപ്പമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കൈ കണ്ടോ? ഇപ്പം മഞ്ജുവിൻ്റെ കൈക്ക് അകത്തുള്ളതൊക്കെ കാണാം, പുറത്തുള്ളതില്ലെങ്കിലും അസ്ഥിയൊക്കെ കാണാം. എന്നിട്ട് വേദന ഭയങ്കരമായിരുന്നോ? ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ, സാരമില്ലെന്ന് പറഞ്ഞു. ഇനി റെസ്റ്റ് എടുക്കണം. ഇത് എവിടെയാണ് എടുത്ത എക്സ്റേ? സെൻറ്റ് മേരീസിലാണ്. സെൻറ്റ് മേരീസിലാണ് എടുത്തല്ലേ? ഏതായാലും ഇപ്പം ആശ്വാസം ഉണ്ട്, കുഴപ്പമില്ല. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കാൻ, ചേച്ചിയുടെ അടുത്ത് പ്രാർത്ഥിക്കാന്ന് ഓർത്ത് ഞങ്ങൾ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരുവരും. ഏതായാലും എനിക്കൊന്നും പുറത്തേക്ക് പോകണമായിരുന്നേ, അപ്പം ഞാനിന്ന് കുളിക്കാൻ കയറി, അതാ ഇരിക്കാൻ പറഞ്ഞത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്റേ എടുത്തപ്പോഴേ എന്തേലും അനുഭവപ്പെട്ടായിരുന്നോ? ഈ എക്സ്റേയുടെ റൂമിലേക്ക് നമ്മളെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ ചേർത്ത് നിർത്തും അല്ലേ? എന്നിട്ടങ്ങ് എടുക്കുമ്പോൾ ഒന്നും നമ്മൾ അറിയാമല്ലോ, ഒരു വേദന പോലും വേദനയില്ല, ഒന്നുമില്ല അല്ലേ? പണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ എനിക്കൊരു ചെറിയ പനി വന്നപ്പോൾ എൻ്റെ ആങ്ങളെ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എക്സ്റേ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യം കാണുന്നതാണ്. അപ്പോൾ ആ റൂമിൽ കൊണ്ടുപോയപ്പോൾ വലിയൊരു മെഷീൻ അവിടെ ഇരിപ്പുണ്ട്. അതെന്നാന്ന് നമുക്കന്ന് അറിയത്തില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എന്നിട്ട് ഒരിടത്ത് ഇങ്ങനെ ചേർത്ത് നിർത്തി, അവർ വേറൊരു ഡ്രസ്സ് തരും നമുക്ക് ഇടാനായിട്ട്. എന്നിട്ട് അത് ഇട്ടങ്ങ് ചേർത്ത് നിർത്തി. അപ്പം ചേർത്ത് ഞാനവിടെ നിന്നു. അവിടെ ഇങ്ങനെ ഇവിടെ എങ്ങാണ്ട് പൊക്കി വയ്ക്കാൻ പറഞ്ഞു, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ നേഴ്സ് കുറേ നേരം കഴിഞ്ഞപ്പോൾ കൊച്ചേ വാ കൊച്ചേ എന്ന് വിളിക്കുക. ഞാനവിടെ നിൽക്കുക, കാരണം എക്സ്റേ എടുക്കാനുള്ളതല്ലേ. അപ്പം ഞാൻ തിരിഞ്ഞേച്ച് പറഞ്ഞു, എക്സ്റേ എടുക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. എടുത്ത് വാ. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ എടുത്തില്ല, എക്സ്റേ എടുക്കും. അപ്പോൾ എൻ്റെ വിചാരി എക്സ്റേ എടുക്കുമ്പോൾ എന്തോ കുത്തിവയ്ക്കണോ അല്ലെ എന്തോ വേദനയോ അല്ല എന്നെങ്കിലും എനിക്കൊരു ടച്ചിങ് അല്ല എന്തെങ്കിലും സംഭവിക്കുന്നതാണ് എൻ്റെ വിചാരം. ആദ്യമായിട്ട് എക്സ്റേ എടുക്കുമ്പോഴോ. അന്നേരം ഈ നേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, കൊച്ചെ എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞു, ഇങ്ങ് വാ ഇറങ്ങിയെന്നും പറഞ്ഞ് എന്നെ ബലത്തിൽ അവിടുന്ന് നിന്നിടത്തുനിന്ന് പിടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ട് എന്നെ ഡ്രസ്സിങ് റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും എനിക്കൊരു സംശയം, ഈ നേഴ്സ് ചുമ്മാ പറയണതാണ് എനിക്ക് എടുത്തോന്ന് എനിക്ക്. അപ്പോൾ എൻ്റെ ആങ്ങളെ ഒന്ന് പോലീസിലാണ്. അപ്പോൾ ഈ ഡോക്ടറുമായിട്ടൊക്കെ അതുകൊണ്ട് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയതായിരുന്നു. പുള്ളി എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പൊക്കി കാണിക്കുക എൻ്റെ ലങ്സും. അപ്പം ഞാൻ ഓർക്കും ഇതെങ്ങനെ സംഭവിച്ചു? ഞാനൊന്നും അറിഞ്ഞില്ല, ഒരു വെളിച്ചം വന്നില്ല, ഒരു വേദന വന്നില്ല, ഒന്നും അറിയാതെ. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ, ആ മിഷൻ അന്നേരം എൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഒപ്പിയെടുത്തു ഇല്ലേ? അപ്പം ഞാൻ കാണുന്നില്ല, നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊന്നും. പക്ഷെ ആ മിഷൻ ഒപ്പിയെടുത്തു അല്ലേ? അതിൻ്റെ അകത്തൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ഇൻറ്റേർണൽ ഓർഗനൊക്കെ ഇങ്ങനെ
ഫോട്ടോ ആയിട്ട് ഇങ്ങോട്ട് വന്നു. കണ്ടോ, പുറത്തെ ഒന്നും കാണത്തില്ല, ഉള്ളിലെ എല്ലാം കാണാം. എല്ലാം കാണാം. എന്നാലും ശരിക്കും ഓർത്താലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കെ നമ്മളെ ഈശോ ഇങ്ങനെ നമ്മളെ ഈശോ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളു മുതൽ കണ്ടോണ്ടല്ലേ ഇരിക്കണം ഈശോ എപ്പോഴും, അല്ലേ? ഉള്ളിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക. കാരണം നമ്മളെ ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കാണുന്നു അല്ലെ അറിയുന്നു എന്നൊക്കെ പറയുന്ന ഒത്തിരി ദൈവവചനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഒന്നാം അധ്യായത്തിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് എല്ലാം നമ്മളെ അറിയുന്നു എന്നാണ്. അപ്പം നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, അല്ലെ എൻ്റെ സങ്കടമൊക്കെ കാണുന്നുണ്ടോ, എൻ്റെ ദുരിതവും ദുഃഖവും ഒക്കെ ഈശോ കാണുന്നുണ്ടോ എന്നൊക്കെ നമുക്കിങ്ങനെ ഒരു ചെറിയ ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെയൊക്കെ കടന്നു പോകും. അപ്പം ശരിക്കും ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നതെന്നു വെച്ചാൽ ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ നമുക്ക് പോലും അറിയില്ല, അല്ലേ? നമുക്ക് പോലും അറിയത്തില്ല നമ്മുടെ ചിന്തകൾ എതിലെയൊക്കെയാണ് പായണേ, എന്തൊക്കെയാണ് ചിന്തിക്കണേന്ന്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം അമേരിക്കയിലെ കാഴ്ച കാണാം നമ്മൾ, അല്ലേ? കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കാണാം. പക്ഷേ ഈശോ അതുപോലും അറിയുന്നു, നമ്മുടെ ചിന്തകൾ, മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അറിയുന്നവൻ. നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നതറിയുന്നു. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ദൈവം അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു. കാരണം ഈ മുറിയിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഈ എക്സ്റേ എടുത്ത അവിടെയുണ്ട്. എക്സ്റേയിൽ കാണുന്ന പോലെ എല്ലാം ഈശോ കണ്ടു. ഇന്ത്യയുടെ നമ്മുടെ ആന്തരികമായതെല്ലാം കാണുന്ന ഒരു കർത്താവ്, മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അറിയുന്ന ഒരു കർത്താവ്. അപ്പം ഈ കർത്താവ് വീണ്ടും അതിനകത്ത് വചനത്തിൽ പറയുന്നു, ലോകം നിറഞ്ഞിരിക്കുന്നു, ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും, നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല. അതുപോലെ പറയണം, അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയല്ല. അപ്പം ഞാൻ ഈ ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് താമസിക്കണ എന്നാന്ന് ചോദിച്ചതും കേട്ടു. നിങ്ങൾ അങ്ങനെ മുറുമുറുത്തത് പോലും ആരറിഞ്ഞിട്ടുണ്ട്? ദൈവം അറിയുന്നുണ്ട്. അപ്പം അതുപോലും അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവം എല്ലാം അറിയുന്നു. ഇപ്പം നമ്മൾ എക്സ്റേ എടുത്തപ്പോൾ നമ്മളെ മുഴുവൻ ആ മിഷൻ മിഷൻ്റെ അകത്തു നിന്ന് ആ രശ്മികൾ വന്നു, അല്ലേ? നമ്മളിലേക്ക് കടന്നു വന്ന് അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ കണ്ണ് കാണുന്നത് അങ്ങനെയല്ലേ, കണ്ണിൽ നിന്ന് ആ വസ്തുവിലേക്ക് ചെന്ന് പെട്ടിട്ട് അവിടുന്ന് തിരിച്ച് പ്രകാശം ഇങ്ങ് വരുക, അല്ലേ? അന്നേരം നമ്മൾ വസ്തു കാണുന്നത്. അതുപോലെ ആയിരിക്കും ഇതിൻ്റെ അകത്തെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. സ്കാനിങ്ങിന് നമ്മളെ കയറ്റി അതിനകത്തേക്ക് വിടുന്നു, ആ മിഷൻ അത് ഒപ്പിയെടുത്ത് സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് തരുക. നമ്മളിതൊന്നും അറിയണില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എഴുന്നള്ളി വെച്ച് എനിക്ക് എക്സ്റേ പണ്ടിങ്ങനെ കണ്ടേ പിന്നെ എനിക്കൊരു പരിപൂർണമായൊരു വിശ്വാസം എനിക്ക് വന്നു. കാരണം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ആരാധനയ്ക്ക് പോയിരിക്കും. അപ്പോൾ ആദ്യകാലമൊക്കെ ഞാനിങ്ങനെ ആരാധനയ്ക്ക് പോയിക്കും, ഇത് ഗോതമ്പ് പോലെ ഇത് ഇത്രയും മണിക്കൂർ എങ്ങനെയാണ് ഈ മുമ്പിലിരുന്ന് ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ധ്യാനിച്ചിരിക്കണതാണ്. അപ്പം ഞാൻ ഓർക്കും, ഈശോ ഇതെങ്ങനെയാണ് ഇരിക്കണേ, ഈ ഗോതമ്പപ്പത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നാ. പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്, അതായത് ഈ എക്സ്റേയുടെ മെഷീൻ നമ്മൾ കണ്ടാൽ ഒന്നും തോന്നിയല്ല, നമ്മളൊരു മുറി കയറുമ്പോൾ ആ ഒരു മെഷീൻ അവിടെ ഇരിക്കണം. പക്ഷെ ആ മെഷീനകത്തു നിന്ന് വരുന്ന ഒരു പവർ ഭയങ്കര, നമ്മളെ ഒപ്പിയെടുക്കുക. അപ്പം എനിക്കിത് ദൈവമേ ഈ ദിവ്യകാരുണ്യം ഈശോയാ. ആ ഈശോ തിരുവോസ്തി രൂപത്തിലിരിക്കുന്നു. അപ്പം ആ ഈശോ എന്നെ മുഴുവൻ എൻ്റെ ആന്തരികതയിലുള്ളത് ചിന്തകൾ, മുറുമുറുപ്പ്, എൻ്റെ വായിൽ എന്ത് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ വികാരങ്ങൾ പോലും ഈ ദിവ്യകാരുണ്യം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുക. അപ്പം പിന്നെ ഞാൻ ഓർക്കുക, ദൈവമേ ഞാൻ ഒന്നും മിണ്ടണ്ട, എല്ലാം കാണും. കാരണം ഞാനൊന്നും ഉറക്കെ പ്രാർത്ഥിക്കണ്ട. കാരണം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പ് എല്ലാവരും വന്ന് നിശബ്ദരായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. സൈലന്റ് പ്രെയർ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, നിശബ്ദത പാലിക്കാമെന്ന്. അപ്പം അന്നേരം എനിക്ക് ബോധ്യമായി, ഞാൻ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഈ എക്സ്റേ ആ മെഷീനിൽ നീ റേസാണല്ലോ വരുന്നത്, ആ റേസിങ് വരുന്ന പോലെ എൻ്റെ ഈശോയുടെ പവർ, ആ സ്നേഹം ഇങ്ങനെ വന്ന് എന്നെ അങ്ങ് മൂടും.
അപ്പോൾ എൻ്റെ മുഴുവനും കാണുന്ന കേൾക്കുന്ന എൻ്റെ സകലതും അറിയുന്ന എൻ്റെ വേദനകൾ, നിരാശ, ദുഃഖം, അസ്വസ്ഥതകൾ, അലച്ചിലുകൾ, കണ്ണുനീരെല്ലാം ഈശോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതൊരു വലിയ ആശ്വാസം, ഒരു സമാധാനമായി. കാരണം ഈ ദിവ്യകാരുണ്യം ഇതിൻ്റെ മുമ്പിലിരിക്കാൻ ഇപ്പോൾ ഒരു ഭയങ്കര ആവേശമാണ്. കാരണം ഈ എക്സ്റേ പോലെ എന്നെ ഒപ്പിയെടുത്തോണ്ടിരിക്കുമോ ഈശോ. പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? ഒന്നും പറയണ്ട, എൻ്റെ ചിന്തകൾ പോലും മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അറിയുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ അത്രയും സുരക്ഷിതത്വം വേറെ എനിക്ക് എവിടുന്നാ കിട്ടുന്നത്? എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ. അപ്പോൾ ഒന്നും പറയാതെ അറിയുന്ന ഒരു കർത്താവ്. അപ്പോൾ ഈ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ഒന്നും നമ്മളറിയണില്ലൊന്നും, മിഷനാണ് അതിനകത്ത് ചെയ്യുന്നതല്ല. അപ്പോൾ ഈശോ അതുപോലെ തന്നെ നമ്മൾ 139 സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്, കർത്താവ് നമ്മളെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, മുൻകൂട്ടി അറിയുന്ന ഒരു ദൈവം. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ 4 വായിക്കുന്നുണ്ട് അല്ലേ? അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അറിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിനകത്ത് കേക്ക് ഉണ്ടാക്കും അല്ലേ? അതിൻ്റെ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയെങ്കിൽ അതിന് എത്ര ഗ്രാം ഷുഗർ ഇട്ടു, അല്ലെങ്കിൽ എത്ര എന്തെല്ലാം അതിനകത്ത് ഇട്ടു, നെയ്യ് എന്ത് ചേർത്തു, ആളുടെ എന്തേരം ഇട്ടു, അല്ലെ മുട്ട എത്ര ചേർത്തു, ഇതെനിക്ക് നന്നായിട്ടറിയാം അല്ലേ? അപ്പോൾ ആ കേക്കിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് എനിക്കുണ്ട്. കാരണം ഞാനത് ഉണ്ടാക്കിയത്. അതാരും അതിൻ്റെ സംശയം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ഞാനൊരു ഇപ്പോൾ തയ്ച്ചൊരു പാവ ഉണ്ടാക്കി അല്ലെ, നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അത് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചാൽ അതെങ്ങനെയാണ് കീ കൊടുത്താൽ പ്രവർത്തിക്കണേന്നൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എനിക്ക് അതിൻ്റെ ഉള്ളെല്ലാം അറിയാം, ഇന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ സ്വിച്ചും വെച്ചിരിക്കണേന്നൊക്കെ എനിക്കറിയാം. ഇതുപോലെ ഈശോ നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ സൃഷ്ടിയിൽ തന്നെ ദൈവം കണ്ടു. അതാ ഉൽപ്പത്തി പുസ്തകം 1:26 നമ്മൾ വായിക്കുമ്പോൾ ഈശോ പറയുന്നില്ലേ, പിതാവ് പറയുന്നുണ്ട്, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ സൃഷ്ടി തന്നെ ദൈവമാണ്. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ എല്ലാം അറിയാം. ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയാൽ നമുക്കറിയാം അതിനകത്തെ കണ്ടന്റ് എന്നാണുള്ളത്. അതുപോലെ മക്കബായരുടെ പുസ്തകം 2 മക്കബായരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരമ്മ മക്കളോട് പറയുന്നുണ്ട്. ആ 7 മക്കളെ മക്കബായ വിപ്ലവം അത് അറിയാമല്ലോ. അതിനകത്ത് ആ 7 മക്കളോ മരിക്കുക, 7ാമത്തേവനും മരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മ പറയുന്ന വചനമുണ്ട്. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവന് ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തത് ഞാനല്ല, മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ്. അപ്പം ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച, നമ്മൾ മക്കളെ പ്രസവിച്ചവരാ അല്ലെ? നമ്മൾ 3 പേർക്കും മക്കളുണ്ട്. നമ്മുടെ ഉദരത്തിൽ ഈ കുഞ്ഞ് എപ്പോഴാണ് രൂപം കൊണ്ടതെന്ന് നമുക്കറിയാവോ? നമ്മൾ ഓർക്കുവാണ് നമ്മുടെ ഉദരത്തിൽ കിടക്കണ കുഞ്ഞൊരാണായിട്ടിരിക്കണം. പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റിയല്ല. ഇനി ഒരു പെണ്ണായിരിക്കണം, അതും പറ്റിയല്ല. ഇല്ലെങ്കിൽ ഓർക്കുക, അപ്പനോർക്കുക, ഓ എൻ്റെ ഭാര്യയുടെ മൂക്കും കണ്ണും ഒക്കെ നല്ല സൗന്ദര്യമായിട്ടായിരിക്കണം, ഇതുപോലെ ഒരു പെങ്കൊച്ചിനെ കിട്ടണം, അങ്ങനെ ഒരു കണ്ണും മൂക്കും വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടുമോ? ആരെ കൊണ്ടും പറ്റില്ല. ഒരു രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന അതിലോ ആ ആകൃതിയും ഷേപ്പും നിറവും ഒക്കെ കിട്ടണമെന്ന് വെച്ചാൽ നമുക്കല്ല. പിന്നെ നമ്മുടെ ഉദരത്തിൽ നമ്മൾ തന്നെ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉദരത്തിൽ ഈ കുഞ്ഞിന് ജീവൻ എപ്പോഴാണ് കിട്ടിയെന്ന് ആർക്കറിയാം? നമുക്കറിയില്ല. കാരണം നമ്മുടെ ഉദരത്തിലാണ് കിടക്കുന്നത് കുഞ്ഞ്. പക്ഷെ ഈ കുഞ്ഞിന് എപ്പോഴാണ് ഈ ജീവൻ്റെ തുടിപ്പ്, അത് ഫസ്റ്റ് ടൈം എപ്പോൾ കിട്ടിയെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ശരിക്കും അത് ആരാ സൃഷ്ടിച്ചത് അല്ലേ? ഈ അവയവങ്ങൾ ഞാൻ ഓർക്കും, ഈ കുഞ്ഞു വാവയും കൊണ്ടായി വരുമ്പോൾ അതിൻ്റെ കുഞ്ഞ് കയ്യും കുഞ്ഞു നഖവും കണ്ണിൻ്റെ കുഞ്ഞു പീലികൾ പോലും ആയിട്ടുണ്ട് അല്ലേ, പിറന്നു വീഴുന്ന നവജാത ശിശുവിന്. അപ്പോൾ ഞാൻ ഓർത്തിന്, ദൈവമേ ഇതൊക്കെ എപ്പോൾ ഇതിങ്ങനെ എൻ്റെ വയറ്റിൽ കിടന്നതാണോ ഇതിങ്ങനെ നമ്മൾ അറിയാതെ ഓർത്തു പോകുകയാണ്. കാരണം അത്ര സൂക്ഷ്മതയിൽ മനോഹരമായിട്ട് അതിൻ്റെ ശരിയായ അളവിൽ കൃത്യമായിട്ടാണ് അത് ഒരു ഫാക്ടറിയിൽ സൃഷ്ടിച്ചെടുത്താൽ ഇതുപോലെ ഭംഗിയാകുകയില്ല അല്ലേ? അപ്പോൾ ആ ദൈവം എത്ര ഒരു മഹാശില്പിയല്ലേ അല്ലേ ദൈവം. അപ്പം അങ്ങനെ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവയവങ്ങളെ വാർത്തെടുത്ത് ജീവശ്വാസം നൽകി നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം. അപ്പം നമുക്കൊരു അനാഥത്വം ഇല്ല. നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, നമ്മളെ ഒപ്പിയെടുക്കുന്ന ദൈവം. അപ്പം ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈശോയ്ക്കറിയാം. നമ്മളെക്കുറിച്ചുള്ള ഭാവി
നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനുള്ളതല്ല. ജെറമ്യ 29:11 അല്ലേ? അപ്പം ആ പദ്ധതി ഈശോയ്ക്ക് അറിയാം. അത് ഈശോ പുതിയ നിയമത്തിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം. അതിനകത്ത് 19 ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആ രാജകീയ പ്രവേശനം നടക്കുന്ന സമയത്ത് എങ്ങനെയാ അങ്ങോട്ട് പോകേണ്ടത്, ഏത് വാഹനം, അന്ന് വേറെ വാഹനം കാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. അതായത് ഒലീവ് മലയ്ക്കരികെയുള്ള ബെത്സദ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരിക. അപ്പം ഈശോ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ എന്തിലാണ് പ്രവേശിക്കേണ്ടത്, ആ കഴുത എവിടെയുണ്ട്, അതാരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയാണ്. അപ്പം ഈശോ വ്യക്തതയിലെല്ലാം മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ പെസഹ ആചരിക്കാൻ തുടങ്ങുക. അപ്പം എവിടെ ഒരുക്കും, വീടും കൂടുമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പം ഇങ്ങനെ എവിടെ ഒരുക്കും? അപ്പോൾ പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. അപ്പം ഈശോ മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുക, ഇങ്ങനെ ഒരു വലിയ മാളിക മുറി അവിടെ ഉണ്ടെന്നും അവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്ന്. അപ്പം മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അപ്പം എല്ലാം അറിയുന്ന ഒരു കർത്താവ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് അല്ലേ? അതാ പത്രോസ്ലീഹ യോട് പറയുന്നില്ല, ഇന്ന് എല്ലാവരും പറഞ്ഞു നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോകുകയല്ല. പത്രോസ്ലീഹ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ എന്നാ സംഭവിച്ചാലും ആരെല്ലാം പോയാലും നിന്നെ വിട്ടിട്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞു. അപ്പം ഈശോ എന്നാ പറഞ്ഞേ, ഇന്ന് കോഴി 3 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയും. ഈശോ മുൻകൂട്ടി കണ്ടു. കാര്യം പത്രോസ് ജീവനായിട്ട് നിൽക്കുക കൂടെ, പക്ഷെ തള്ളി പറയും എന്നുള്ളത് ആ വരാനിരിക്കുന്ന സത്യം ഈശോ മുൻപേ പറഞ്ഞു കൊടുക്കുക അല്ലെ? യൂദാസ് അപ്പം മുക്കുന്ന കൂട്ടത്തില് യൂദാസിനെ കുറിച്ചും പറയുന്നില്ല, ഇവരിൽ ഒരാള് എന്നെ ഒറ്റിക്കൊടുക്കുന്നു, അവൻ ജനിക്കാതിരുന്നെങ്കിൽ. അപ്പോൾ എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നുള്ള ഒരു ബോധ്യം തന്നെ നമുക്ക് വരുമ്പോൾ, നമുക്ക് എന്നാ രോഗം വന്നാലും എന്നാ വിഷമം വന്നാലും എന്നാ കണ്ണുനീരും അലച്ചിലും ഒക്കെ വന്നാലും നമുക്കൊരു പ്രശ്നമില്ല അല്ലെ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 47 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചൂട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അപ്പം ഈ നഥാനിയേൽ വരുന്നതിന് മുമ്പേ യേശു കണ്ടു അവൻ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഫിലിപ്പോസ് എന്ന് വിളിക്കുന്ന രംഗം വരെ ഈശോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ ഈ മുറിയിൽ ഇപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്തിനാ വന്നേ? കൈക്ക് വേദന അനുചേച്ചിയും ഒക്കെ ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇത് ആരറിഞ്ഞു? ഈശോ കൃത്യമായിട്ട് അറിഞ്ഞ് ഇവിടെ വരുമെന്നും പ്രാർത്ഥിക്കുമെന്നും കൈക്ക് വേദന വരുമെന്നും ഇതെല്ലാം കർത്താവ് അറിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ഈശോ മുൻകൂട്ടി നിശ്ചയിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നിമിഷം, ഈ ദിവസം നിങ്ങൾ 2 പേര് ഈ സമയത്ത് ഇവിടെ വരണമെന്നും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ വെച്ച ടൈം ടേബിളാണ് ഇത്. അത് ദൈവത്തിൻ്റെ ടൈം ടേബിളാണ്. അപ്പം ഈ ടൈം ടേബിള് നമ്മളെന്നും പ്രാർത്ഥിക്കുകയല്ല, ഈശോയെ നിൻ്റെ തിരിഹിതം അനുസരിച്ച് ഞാൻ സംസാരിക്കണം, ഇന്ന് നീ ആഗ്രഹിക്കുന്നിടത്ത് ഇന്ന് ഞാൻ പോകാവുള്ളൂ, നിൻ്റെ ഇഷ്ടം എന്താണോ അതേ ഞാൻ പ്രവർത്തിക്കാവുള്ളൂ. നമ്മൾ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പേഴ്സണൽ പ്രയർ പ്രാർത്ഥിക്കുമല്ലോ, ശരിക്കും ഉറപ്പ് കൊടുക്കുക, ഇന്ന് നിൻ്റെ ഇഷ്ടം മാത്രം.
അപ്പം ഈ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഈശോ നമ്മളെക്കുറിച്ചൊരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം ഈ സമയത്ത് ഈ ഉച്ച കഴിഞ്ഞ സമയം ഇവിടെ നമ്മൾ ഇവിടെ ആയിരിക്കണമെന്ന് ഇങ്ങനെ സംസാരിക്കണമെന്ന് ഈശോ മുന്നമേ തീരുമാനിച്ചു വെച്ചു. ആ ലിസ്റ്റ് പ്രകാരമുള്ള ആ ടൈം ടേബിൾ അനുസരിച്ചാണ് ഇന്നിവിടെ നമ്മൾ നിൽക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചില്ലേ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോ ഇന്നത്തെ ദിവസം സമയം ഞാൻ എവിടെയൊക്കെ ആയിരിക്കണം, എവിടെ പോകണം, ആരെ കാണണം, സംസാരിക്കണം, നമ്മൾ വിട്ടുകൊടുത്തു. അപ്പോൾ ആ വിട്ടുകൊടുക്കുമ്പോൾ ഈശോയുടെ ആ ലിസ്റ്റ് പ്രകാരമായിരിക്കും ബാക്കിയെല്ലാം നടക്കുന്നത്. നമ്മൾ വിട്ടുകൊടുത്തില്ലെങ്കിലോ നമ്മുടെ ഇഷ്ടം ഞാനാ തീരുമാനം ഇന്ന് ഉച്ച കഴിഞ്ഞൊരു മാറ്റിരിക്ക് പോയേക്കാം, കൂട്ടുകാരെയൊക്കെ വിളിച്ചു ഞാൻ അങ്ങോട്ട് പോവുക. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ കാഴ്ചപ്പാടും അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് ദൈവികമല്ല. നമ്മൾ എന്നിട്ട് ഈശോട് പറയും നിൻ്റെ ഇഷ്ടമാണെന്ന് പറയും, പക്ഷെ അതല്ല. അപ്പം നമ്മൾ തിരിച്ചറിയണം ഈശോ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈശോട് ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞില്ലേ നിൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ പോലും അറിയുന്ന ദൈവം. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോട് പറയും ഈശോയെ ആത്മാർത്ഥമായിട്ട് പറയണം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ഈശോയോട് വിട്ടുകൊടുക്കുക. ഈശോയെ ഇന്നത്തെ ദിവസം നിൻ്റെ ഇഷ്ടം അനുസരിച്ച് സംസാരിക്കണം, നിൻ്റെ ഇഷ്ടം അനുസരിച്ച് നീ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് പോകണം, അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുമുട്ടണം. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിട്ടുകൊടുത്താൽ ആ ടൈം ടേബിളും പ്രകാരമേ മുമ്പോട്ട് പോവുള്ളൂ. അതിനാ നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക. അതിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണേ. അപ്പം ആത്മാവ് നമ്മളിലുണ്ട്, ആ ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുക. നമ്മളങ്ങ് മാറുക, നമ്മുടെ ഞാനെന്നത് മാറ്റി വയ്ക്കുക. അപ്പോൾ ആത്മാവ് നമ്മളെ വഴി നടത്തുക. അത് ശരിയായ വഴിയാണ്, അത് സത്യത്തിൻ്റെ വഴിയാണ്, അത് നന്മയാണ്, അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടു, നഥാനിയേലിനെ കാണുന്നതൊക്കെ. പിന്നെ അതുപോലെ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം നമുക്കൊന്ന് നോക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23 അതായത് നമ്മളെ ഇങ്ങനെ കാണുന്ന കർത്താവ് നമ്മൾ ഒളിച്ചും പാത്തും ചെയ്യുന്ന പാപവും കാണുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. നല്ലത് മാത്രമല്ല കാണുന്നത്, മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളും മിണ്ടുന്നത് പോലും നമ്മൾ ആരെയെങ്കിലും കണ്ട് മനസ്സിലൊന്ന് അതാ നീ ഒരാളെ കണ്ട് ഉള്ളിൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ, മറ്റൊരാളെ കണ്ട് മനസ്സിലത് തോന്നിയാൽ മതി. അപ്പം അറിയുന്ന ദൈവം. അപ്പം നമ്മളൊന്ന് ചിന്ത കൊണ്ട് ഒരു ചീത്ത ചിന്ത മനസ്സിലേക്ക് വരുന്നത് അറിയുന്ന ദൈവം. ഇപ്പം ജഡിക പാപങ്ങളെല്ലാം ഈശോ അറിയുന്നുണ്ട്. അത് നമ്മുടെ മക്കൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. പിള്ളേരിപ്പോൾ ഒത്തിരി ജഡിക പാപത്തിന് അടിമയാണ്. അവർ ടോയ്ലറ്റിൽ കയറി അതുപോലെ കൂട്ടുകൂടിയും ആരും അറിയാത്ത സ്ഥലങ്ങളിലും മൂലകളിലൊക്കെ പോയിരുന്നും പിള്ളേർ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈശോ അറിയുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നാൽ മാറ്റം വരും. കുഞ്ഞുങ്ങളുടെ വിചാരം ഇതാരും അറിയണില്ല, ആരും കാണുന്നില്ല. അതത് വചനം പറയുന്നുണ്ട്, പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്ന ആ വ്യക്തിത്വമാണ് ദൈവികമായ ശക്തി കൊണ്ട് നിറഞ്ഞത്. പാപം ചെയ്യാൻ സാഹചര്യമുണ്ട്, ലോകത്തിൽ ഒരു മനുഷ്യരും അറിയേല അത്ര അനുകൂലമായ സാഹചര്യം ഉണ്ട്. പക്ഷേ അവിടെ പ്രലോഭനമുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയും വ്യക്തികളും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ പാപം ചെയ്യാതിരിക്കുന്നതാണ് ആ ദൈവികമായ ശക്തി എന്ന് പറയുന്നത്. എല്ലാം ഒത്തിണങ്ങിയാലും അത് ചെയ്യാതിരിക്കണം. ഇപ്പം മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് പാവം ചെയ്യാത്ത നാട്ടുകാർ കണ്ടാലും അല്ലെങ്കിൽ വേറെ മനുഷ്യർ അറിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ ഒരുമാതിരി അടിച്ചമർത്തലൊരു ജീവിതം. അങ്ങനെയല്ല, എല്ലാം ഈ സത്യത്തിൻ്റെ വഴിയെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രരാണ്. നമ്മളെ ഒരു പീഡനവും പ്രലോഭനവും പീഡിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കർത്താവ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു, സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. എൻ്റെ പൊന്നു കർത്താവേ, ഇത് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ ഒരൊറ്റ വരനെ എവിടെയെങ്കിലും ഒളിച്ചു പോകുമോ? ഒളിച്ചു പോയി മൂലയിൽ, എത്ര ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഇരുട്ടുള്ള മൂലയിലിരുന്ന് നമ്മൾ കണ്ടേച്ചും മിണ്ടാണ്ട് പോരേണ്ട സാഹചര്യമാണ്. ചോദ്യം ചെയ്യാൻ പറ്റുകയല്ലോ. അവർ 18 വയസ്സ് പൂർത്തിയായി എന്നാണ് അവർ പറയണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർക്കും മനുഷ്യനെ പേടിച്ചാൽ മതി, മനുഷ്യൻ്റെ മുമ്പിൽ നല്ലതായിട്ട് നമ്മളൊന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി, അങ്ങനെയൊന്ന് ജീവിച്ചാൽ മതി എന്ന്. പക്ഷേ ഈശോ എല്ലാം അറിയുന്നു. 1000 സൂര്യനേക്കാൾ 1000 ആണോ?
കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അപ്പൊ എന്നാ പ്രകാശമാണ്? അപ്പൊ ആ പ്രകാശത്തിൽ എന്തെങ്കിലും മറിഞ്ഞിരിക്കാൻ പറ്റുമോ? ഒന്നും മറിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പാതാളത്തിൽ പോയാൽ അവിടെയുണ്ട് നിന്റെ കരവ്. എവിടെ സമുദ്രത്തിൽ ഇറങ്ങി അവിടെയുണ്ട്. എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെയുണ്ട്. നമുക്ക് താങ്ങും തണലുമാണ്. നമ്മളെ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ അകൃത്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം. പിന്നെ നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കും. അതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹബക്കൂക്കിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മേൽക്കൂരയിൽ നിന്ന് ഉത്തരം സംസാരിക്കും, ഭിത്തിയിൽ നിന്ന് ഇഷ്ടിക വിളിച്ചു പറയുന്നു. അതായത് ന്യായവിധി ദിവസം നിന്റെ അകൃത്യങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തണ്ട. നമ്മൾ പാപം ചെയ്തു എന്നുള്ളത് അത് അനുദപിക്കാതെ ഇരുന്നാൽ ആ വിധി ദിനം ഈ ഇഷ്ടിക വിളിച്ചു പറയുന്നു. അപ്പോൾ ആ ഇഷ്ടിക ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ആരും അറിയാതെ മറയിൽ ഒരു മുറിയിൽ ചെയ്ത ഒരു രഹസ്യ പാപമായിരിക്കാം. പക്ഷേ ആ പാപം ദൈവം അറിയുകയും ചെയ്യും. ഈ പ്രകൃതി ഉത്തരം പറയുന്ന പറഞ്ഞാൽ അന്ന് ഈശോ എന്ന് പറഞ്ഞാൽ ഈ മരം എല്ലാം അങ്ങ് സംസാരിക്കുക, ഈ മേശയും ടേബിളും ഒക്കെ അങ്ങ് സംസാരിക്കുക, മൊബൈലൊക്കെ അങ്ങ് സംസാരിക്കുക. അങ്ങനെ പറയുമ്പോൾ ഇഷ്ടിക സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോ പറഞ്ഞാൽ ഒരു സംസാരിക്കും. ബാലാമിൻ്റെ കഴുത സംസാരിച്ചില്ലേ, അതുപോലെ ഒരു സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ വചനം ഈശോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചെയ്യുന്നതും പറയുന്നതും കാണുന്നതും എല്ലാം നമ്മളെ ഇങ്ങനെ സൂര്യൻ്റെ 10,000 മടങ്ങ് പ്രകാശത്തോടു കൂടി ആ കണ്ണുകളുള്ള കർത്താവ് ഇങ്ങനെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. എവിടെ പോയി ഒളിച്ച് എന്ത് ചെയ്താലും കാണും അല്ലേ? പിന്നെ നമുക്കിതൊരു വലിയ രക്ഷയാണ്, ഒരു സുരക്ഷിതത്വ വലയമാണ്. ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ, എന്നെ അറിയുന്ന ഒരു ഈശോ. നമ്മുടെയൊക്കെ സങ്കടം എന്നാ, ഭർത്താവിനോട് എന്നെ അറിയണം, എന്നാലും നിങ്ങൾക്ക് എന്നെ അറിയാൻ മേലല്ലോ, എന്നെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ, ഇതല്ലേ നമ്മുടെ സങ്കടം. പക്ഷേ അതിലും വലിയവനായ ഒരു ദൈവം നമ്മളെ അറിയുന്നു. അപ്പം നമുക്ക് പരാതിയില്ല. നമ്മളെ ആരും പരിഗണിച്ചില്ലേലും അംഗീകരിച്ചില്ലേലും സ്നേഹിച്ചില്ലേലും നമ്മളെ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്കൊരു സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ കിട്ടും. എൻ്റെ ഈശോ, എന്നെ സൃഷ്ടിച്ച ദൈവം, എൻ്റെ സൃഷ്ടാവായ ദൈവം എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എൻ്റെ കൂടെയുണ്ട്. അപ്പം എനിക്കൊരു നിയന്ത്രിക്കാനും എനിക്ക് എൻ്റെ ഈശോ കാണുന്നു. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് അത് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതേ ഉള്ളൂ. അതുകൊണ്ട് കൈയുടെ വേദനയൊന്നും പേടിക്കേണ്ട, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കീർത്തനമൊക്കെ എടുത്ത് വെച്ച് വായിക്കുക. പിന്നെ പത്രോസിൻ്റെ ലേഖനം ഉണ്ടല്ലോ, അതിൽ 2:24 അതുണ്ട്, അതൊക്കെ പറഞ്ഞിങ്ങോട്ട് വായിക്കുക. കർത്താവിൻ്റെ ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കിട്ടി. അതൊക്കെ പറഞ്ഞങ്ങ് വചനം പറഞ്ഞ് വായിച്ച വചനത്തിന് ശക്തിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ?